നേരത്തെ പറഞ്ഞില്ലേ ഇച്ചിരി ഭംഗി വെച്ചുകൊണ്ട് ചിലപ്പോൾ അത് മനസ്സിന് സന്തോഷം കൊണ്ടാണല്ലേ എനിക്ക് തോന്നി. കാരണം ഞാൻ ഫോട്ടോസ് ഒക്കെ കാണാറുണ്ട്, ലാലേട്ടന്റെ കൂടെ ഉള്ള ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് ആ ചിരി അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, ആ ഒരു ഗ്രേസ് മുഖത്ത് അറിയാറുണ്ട്. അത് അത്രയൊരു ഡ്രീം കം ട്രൂ മൊമെന്റുകളാണ്. ശരിക്കും ഇപ്പോഴും ഞാൻ എൻ്റെ സ്വപ്നങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ലാലേട്ടൻ്റെ കൂടെയുള്ള സിനിമ ഞാൻ സിനിമ ചെയ്യുന്നോ അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ഒന്ന് കണ്ടാൽ മതി എന്നൊക്കെയായിരുന്നു മുമ്പ്. സിനിമയിലൊക്കെ എത്തുന്നതിന് മുമ്പേ ലാലേട്ടൻ എന്നൊരു മഹാമനുഷ്യൻ അല്ലെങ്കിൽ ആ ഒരു ലെജൻഡിനെ ഒന്ന് കണ്ടാൽ മതി, അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവം സഹായിച്ച് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഇടം നേടാൻ സാധിച്ചു. ലാലേട്ടന് ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടി സ്ഥിരമായി മെസ്സേജ് അയച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ പെൺകുട്ടിയാണ് ഈ പെൺകുട്ടി. ലാലേട്ടനോടൊന്ന് പറഞ്ഞോ ഇങ്ങനെ? ലാലേട്ടൻ ഞാൻ മെസ്സേജ് കാണിച്ചിട്ടു. ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം ലാലേട്ടനെ കണ്ട് ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഞാനൊന്ന് കയ്യിൽ തൊട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അടുത്ത് ഇന്നസെന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെന്താന്ന് പറഞ്ഞ് എന്റെ കൈ പിടിച്ച് അടുത്തിരുത്തി കുറെ സംസാരിച്ചു. ഞാൻ ആ സമയത്ത് വിറച്ചിട്ടൊക്കെ ഇരിക്കണേ. എനിക്ക് ഭയങ്കര എന്താ പറയാ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് എന്റെ മുമ്പിൽ വന്ന് നിൽക്കണേ. അപ്പൊ അടുത്ത് ഇരിക്കാനൊക്കെ എന്റെ അടുത്ത് ഇരുന്നോളാന്നൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ഇങ്ങനെ വിറച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ തൊട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ എന്റെ ഫോൺ എടുത്ത് കാണിച്ചു നോക്കണ്ട, എന്തോരം മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ എന്നൊക്കെ കണ്ടു. ആ മെസ്സേജ് ഒക്കെ അയച്ചത് ഞാൻ ലാസ്റ്റ് മെസ്സേജ് അയച്ചിരുന്നത് നോക്കിക്കോ ഏട്ടാ, 2 ആഴ്ച മുമ്പ് അയച്ചതായിരുന്നു. ഞാൻ നോക്കിക്കോ, ഇനി അധികം വൈകാതെ തന്നെ ഞാൻ ഏട്ടനെ കാണും, ഞാനും സെയിം ഇൻഡസ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഇമോഷണലി അയച്ച മെസ്സേജ് ഒക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഷോക്കായി. ഞാൻ 2 ആഴ്ച കഴിയുമ്പോഴേക്കും എനിക്ക് ഏട്ടനെ കാണാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പൊ ഞാൻ ആ ഏട്ടനെ കാണിച്ചു കൊടുത്തു. ഞാൻ ഇതൊക്കെ കണ്ടോ, ഞാൻ അയച്ച മെസ്സേജ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു കാണിച്ചു കൊടുത്തു. ഞാൻ നല്ല കുട്ടിയൊന്നും നോക്കാറ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മറ്റേ മഞ്ജു ചേച്ചി മറ്റേ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമയിലെ പോലത്തെ ഒരു ആളാണെന്ന് തോന്നുന്നു ദുർഗ. ആ സിനിമ കണ്ടപ്പോഴാണ് ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഏട്ടനെ മെസ്സേജ് ചെയ്തത്. ഓ മറ്റേ ആ മെസ്സേജ് ആ മൂവി കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. അത് കണ്ടതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് മെസ്സേജ്, ഞാൻ ഫേസ്ബുക്കിൽ ലാസ്റ്റ് മെസ്സേജ് ചെയ്തത് അതാണ്. അവസാനം ഇങ്ങനെ ഇപ്പൊ ഒരു ഓഫർ വരാൻ ലാലേട്ടന്റെ കൂടെ ഈ റാമിലായിട്ടുള്ള ഈ വിളി, അത് കേട്ടപ്പോ എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? അല്ല, റാമിലേക്ക് ഏറ്റവും ആദ്യം എന്നെ വിളിച്ചത് മരക്കാർ എന്ന സിനിമയിലേക്കായിരുന്നു. അപ്പൊ അത് കുറെ ന്യൂസ് ഒക്കെ ഇങ്ങനെ, പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് മാറിപ്പോ ഭയങ്കര വിഷമമായിരുന്നു. വിളിച്ച സമയത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഭയങ്കര സന്തോഷവും. അത് ലാലേട്ടനെ കണ്ട ആ സമയത്ത് തന്നെയായിരുന്നു എന്നെ മരക്കാരത്തേക്ക് വിളിച്ചത്. അപ്പൊ എനിക്ക് സന്തോഷം പറഞ്ഞറിയാൻ പറ്റുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. അതിനകത്തുള്ള എനിക്ക് എന്റെ ക്യാരക്ടർ എന്താന്ന് പോലും അറിയില്ല. പക്ഷെ മരക്കാര സിനിമയിൽ ലാലേട്ടന്റെ ഒരു ലുക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ക്യാരക്ടറൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണാൻ തുടങ്ങി. പ്രിയദർശൻ സാർ ആക്ഷൻ പറയണു, ഞാൻ അഭിനയിക്കുന്നൊക്കെ സ്വപ്നം കാണാൻ